നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ആചാരങ്ങൾ ആചാരങ്ങളായി തന്നെ നിലനിൽക്കണം. സൗകര്യം നോക്കി മാറ്റിയാൽ അതെങ്ങനെ പിന്നെ ആചാരമാകും? ആരാധനാലയങ്ങളിലെ പൂജകൾക്ക് ചിട്ടയും കൃത്യനിഷ്ഠയുമുണ്ട്. അത് തോന്നും പോലെ മാറ്റാനുള്ളതല്ല. ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ മാറ്റം വരുത്താനും തീരുമാനമെടുക്കാനുള്ള അവകാശം തന്ത്രി കുടുംബത്തിനാണെന്നാണ് പൊതുവെയുള്ള വെപ്പ്. പക്ഷേ അതും വെറും വാക്കാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജയുമായി ബന്ധപ്പെട്ട വിവാദം. ഒടുവിൽ സുപ്രീം കോടതിയും അത് ശരിവെച്ചു. ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജകൾ മാറ്റിയ നടപടിയിൽ ദേവസ്വം ഭരണസമിതിക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി പൂജാ പട്ടിക അതേപടി നിലനിർത്തണമെന്നും നിർദ്ദേശിച്ചു. വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിക്കാണ് ഉദയാസ്തമന പൂജകൾ നടക്കാറുള്ളത്. അത് തുലാമാസത്തിലേക്ക് ദേവസ്വം ഭരണസമിതി മാറ്റിയിരുന്നു. ഇത് ആചാരങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തന്ത്രി കുടുംബം സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. വർഷങ്ങളായി തുടരുന്ന ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്നും ഗുരുവായൂർ ദേവസ്വം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പൂജാ പട്ടിക അതേപടി തുടരണമെന്നും ജസ്റ്റിസ് JK മഹേശ്വരി അധ്യക്ഷയായ ബെഞ്ച് നിർദ്ദേശിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൃശ്ചികമാസ ഏകാദശി ദിവസം തന്നെ ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന് ഹർജിക്കാർ സുപ്രീം കോടതി രജിസ്ട്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച മാത്രമേ ഹർജി പരിഗണിക്കാൻ കഴിയുകയുള്ളൂവെന്ന് രജിസ്ട്രി അറിയിച്ചു. ആചാരങ്ങൾ മാറ്റുന്നത് ദേവഹിതത്തിനെതിരാകുമെന്ന് ചൂണ്ടിക്കാട്ടി പുഴക്കര ചേനാസില്ലത്തെ അംഗങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഉദയാസ്തമന പൂജ മാറ്റുന്നത് ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ ബാധിക്കുമെന്നും അഭിഭാഷകൻ A. കാർത്തിക് മുഖേന ഫയൽ ചെയ്ത ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. 10,000 എത്തിച്ചേരുന്ന ഏകാദശി ദിവസം ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ വേണ്ടിയാണ് ഉദയാസ്തമന പൂജ മാറ്റിയതെന്നാണ് ദേവസ്വം പറയുന്നത്. കേസിൽ സുപ്രീം കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നു മാത്രമാണ് അറിയാൻ കഴിഞ്ഞതെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. ദേവസ്വം ഭരണസമിതിയുടെ അഭിഭാഷകനോട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും ചെയർമാൻ പറഞ്ഞു. അതിനെതിരെ അവർ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തതായിട്ട് അറിഞ്ഞു. അത് ഇന്ന് സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്ത് പരിഗണനയ്ക്ക് വന്നിരുന്നു. ആ പരിഗണനയ്ക്ക് വന്നപ്പോൾ അത് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഫയലിൽ സ്വീകരിച്ച് എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന വിവരമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ദേവസ്വം ഭരണസമിതിയുടെ അഭിഭാഷകനോട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും ചെയർമാൻ പറഞ്ഞു. ഏകാദശി ദിവസം ഗുരുവായൂരിലുള്ള തിരക്ക് കാലാകാലങ്ങളായി ഉള്ളതാണ്. ഇനിയിപ്പോ മറ്റു ദിവസങ്ങളിലും വിശ്വാസികൾ മണിക്കൂറുകൾ വരി നിന്ന് വേണം ദർശനം സാധ്യമാക്കാൻ. അപ്പോൾ പിന്നെ ഭക്തരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് മാറ്റം വരുത്തിയതെന്ന് പറയുന്നത് വെറും തൊടുന്യായം മാത്രമാണ്. സൗകര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ വേറെയുമുണ്ട്. ആചാരങ്ങൾ മാറ്റിയാൽ പിന്നെ കാലാകാലങ്ങളായി തുടരുന്ന അനുഷ്ഠാനങ്ങൾക്ക് എന്ത് വില കൽപ്പിക്കുന്നുവെന്നതും പ്രസക്തമാണ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. തൊഴിലായതിനാൽ ഉപജീവനത്തിനായി കടലിൽ പോയേ പറ്റൂ. അപകട സാധ്യത കണ്ട് പണിയെടുക്കാതിരിക്കാനുമാവില്ല. എന്നാൽ അപകടം സംഭവിച്ചാൽ കൃത്യമായി ഇടപെട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ ഒരു ടീമുണ്ടെങ്കിലോ അതുതന്നെയാണ് തൊഴിലാളികളുടെ ഏറ്റവും വലിയ ധൈര്യവും കരുത്തും. കടലിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ രക്ഷകരായി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം. മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിനു പോയ അൽ നൂർ എന്ന ബോട്ടിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. കടലിൽ 10 നോട്ടിക്കൽ മൈൽ അകലെ ചേറ്റുവ അഴിമുഖത്തിന് തെക്ക് പടിഞ്ഞാറു ഭാഗത്ത് എഞ്ചിൻ നിലച്ചു കുടുങ്ങിയ തൃശൂർ ജില്ലയിൽ കടപ്പുറം മുനയ്ക്കക്കടവ് സ്വദേശി പോണാക്കാരൻ വീട്ടിൽ മുഹമ്മദ് അലി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള അൽനൂർ എന്ന ബോട്ടും മുനയ്ക്കക്കടവ് സ്വദേശികളായ മത്സ്യത്തൊഴിലാളികളെയുമാണ് ശക്തമായ കാറ്റിലും രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. രാവിലെ 6:30 മണിയോടുകൂടിയാണ് വള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ഷൈബു VM, ഷിനിൽകുമാർ ER, പ്രശാന്ത് കുമാർ VN, റെസ്ക്യൂ ഗാർഡ്മാരായ പ്രസാദ്, വിപിൻ, ബോട്ട് സ്രാങ്ക് റഷീദ്, എഞ്ചിൻ ഡ്രൈവർ ഹുസൈൻ എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധന യാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധന യാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും
കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഈ ആഴ്ചയിൽ തന്നെ രണ്ടാമത്തെ യാനമാണ് ഇത്തരത്തിൽ കടലിൽ അകപ്പെടുന്നത്. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു. മത്സ്യബന്ധന മേഖല ഏറെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ഉപജീവനത്തിനായി മീൻപിടുത്തത്തിൽ ഏർപ്പെടുന്ന പരമ്പരാഗത ചെറുകിട മത്സ്യത്തൊഴിലാളി സമൂഹവും ഏറെ ദുരിതത്തിലാണ്. അതിനിടെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം മൂലം അപകട സാധ്യത പറയുമ്പോൾ കടലിൽ പോകാനും കഴിയാത്ത അവസ്ഥ. പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ ജാഗരൂകരായി രക്ഷാപ്രവർത്തനം നടത്താൻ ഒരു ടീം എപ്പോഴും സജ്ജമായിരിക്കുന്നത് തൊഴിലാളികൾക്ക് വലിയ ആശ്വാസം തന്നെയാണ്. ഗതാഗതക്കുരുക്ക് കൊണ്ട് കുപ്രസിദ്ധിയാർജിച്ച കേച്ചേരിയിൽ അനധികൃത പാർക്കിംഗ് കൂടിയാകുമ്പോൾ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പൊതുജനം വരുത്തിവെക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നിയമപാലകർ നടപടിയെടുത്തേ പറ്റൂ. യാത്രികരെ തിരഞ്ഞുപിടിച്ച നിയമത്തോട് കൂറ് കാണിക്കുന്ന ഉദ്യോഗസ്ഥർ ഇതുകൂടി ഒന്ന് പരിഗണിക്കണം. നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ അനധികൃത പാർക്കിംഗ് മൂലം യാത്രികർ ദുരിതത്തിലായി. ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച കേച്ചേരിയിലാണ് റോഡ് കയ്യേറിയുള്ള ഇരുചക്ര വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ്. റോഡ് ആരംഭിക്കുന്നിടത്തു നിന്നും മമ്പൽഹുദ വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഒരു വശം കയ്യേറിയാണ് ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് ഇവിടെ ബൈക്കുകൾ പാർക്ക് ചെയ്യുന്നവരിൽ ഏറെയും. രാവിലെ പാർക്ക് ചെയ്തു പോകുന്ന വാഹനങ്ങൾ രാത്രി വൈകിയാണ് എടുത്തു പോകുന്നത്. റോഡ് വീതി കൂട്ടി BMBC നിലവാരത്തിൽ ടാറിംഗ് നടത്തിയെങ്കിലും ഇരുചക്ര വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് മൂലം കാൽനടയാത്രികരുൾപ്പെടെ ദുരിതത്തിലായിരിക്കുകയാണ്. ഫുട്പാത്തിലേക്ക് കയറി നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷമാണ് നിലവിൽ ഇവിടെയുള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു. റോഡ് കയ്യേറി ഇരുചക്ര വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് നിർബാധം തുടരുമ്പോഴും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. കേച്ചേരി വടക്കാഞ്ചേരി റോഡും പന്നിത്തടം റോഡും സംഗമിക്കുന്ന പ്രധാന ജംഗ്ഷന് സമീപത്തായാണ് റോഡിന്റെ ഒരു വശം പൂർണ്ണമായും ഇരുചക്ര വാഹനങ്ങൾ കൈയടക്കിയിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ ഇടതുവശത്ത് പഞ്ചായത്ത് അധികൃതർ അനുവദിച്ച ഓട്ടോ സ്റ്റാൻഡാണ്. റോഡിന്റെ വലതുവശത്തായാണ് ബൈക്കുകൾ പാർക്ക് ചെയ്യുന്നത്. ഗതാഗതക്കുരുക്ക് കൊണ്ട് കുപ്രസിദ്ധിയാർജിച്ച കേച്ചേരി ടൗണിനോട് ചേർന്നുള്ള പൊതുമരാമത്ത് റോഡിൽ പരസ്യമായ നിയമലംഘനം തുടർക്കഥയാകുമ്പോഴും പൊതുമരാമത്ത് വകുപ്പിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള നിസ്സംഗത തുടരുകയാണ്. പൊതുഖജനാവിൽ നിന്നും കോടികൾ ചെലവഴിച്ച് റോഡ് വികസനം നടത്തിയത് വാഹന പാർക്കിങ്ങിനായാണോ എന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടവർ തികഞ്ഞ മൗനത്തിലുമാണ്. ഇവിടുത്തെ പാർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ വെച്ചിട്ട് തൃശ്ശൂർക്ക് ജോലിക്ക് പോകുന്നവരാ, അല്ലാണ്ട് സാധനം മേടിക്കാൻ വന്നവരല്ല പാർക്ക് ചെയ്യുന്നത്. അത് ഭയങ്കരമായിട്ട് ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക്, ഇവിടുത്തെ ഓട്ടോറിക്ഷകൾക്ക് എല്ലാ വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. അധികാരികൾ ശ്രദ്ധിക്കാൻ വളരെ നല്ലത്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്, നോ പാർക്കിംഗ്. ഈ ബോർഡുകൾ എവിടെ കണ്ടാലും അവിടെ വാഹനം കൊണ്ടുവന്ന് നിർത്തുന്നതാണ് നമ്മൾ മലയാളികളുടെ പൊതുരീതി. പാർക്കിംഗ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന യാത്രാ ബുദ്ധിമുട്ടും അപകടങ്ങളും പരിഗണിച്ചാണ് പാർക്കിംഗ് അനുവദിക്കാത്തത്. പക്ഷേ ചിലർക്ക് സ്വന്തം കാര്യം മാത്രമാണല്ലോ വലുത്. പിന്നെ നിയമങ്ങൾ അനുസരിക്കാൻ ഇഷ്ടമില്ലാത്തവർ വേറെയും. ഒടുവിൽ ദുരിതം പേറുന്ന മറ്റൊരു കൂട്ടരും. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞ് കുമ്പിളിൽ തന്നെ എന്ന ചൊല്ല് ഏറ്റവും അനുയോജ്യമാകുന്നത് കർഷകർക്കാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനം പലപ്പോഴും കർഷകർക്ക് ഇരുട്ടടിയാകുന്നതിനോടൊപ്പം വണ്ട് പൊട്ടലും കൂടിയാകുമ്പോഴുള്ള അവസ്ഥ പരിതാപകരമാണ്. മണ്ണിൽ അധ്വാനിച്ചത് ബലമില്ലാതാകുമോ എന്ന ആശങ്ക വേറെയും. ചെറവല്ലൂർ തെക്കുമുറി തെക്കേക്കെട്ട് ബണ്ട് പൊട്ടി 115 ഏക്കർ പാടശേഖരമാണ് വെള്ളത്തിൽ മുങ്ങിയത്. പൊന്നാനി പാടശേഖര കോൾപ്പടവിലെ തെക്കേക്കെട്ട് പാടശേഖര സമിതി കർഷകരാണ് ബണ്ട് പൊട്ടി നിസ്സഹായാവസ്ഥയിൽ കഴിയുന്നത്. വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി ബണ്ട് താഴ്ന്നു പോവുകയും പാടശേഖരങ്ങളിലെ മണ്ണ് പൊന്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലുമായിരുന്നു. ബണ്ട് താഴുന്നതിനനുസരിച്ച് ചാക്കിൽ മണൽ നിറച്ച് ബണ്ടിന് മുകളിലൂടെ വെള്ളം പാടശേഖരങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കുവാനുള്ള തീവ്ര പരിശ്രമം നടത്തിയിരുന്നു. 300ഓളം മണ്ണ് നിറച്ച ചാക്കുകളാണ് ബണ്ടിന് മുകളിൽ നിരത്തിയിരുന്നത്. ബണ്ടിനടിയിലെ പൂതച്ചേറ് ഇളകിയതാണ് ബണ്ടിരിക്കുവാനുണ്ടായ കാരണം. 10 ദിവസത്തോളം പ്രായമായ ഞാറുകളാണ് വെള്ളത്തിൽ മുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ഞാറുകൾ മുഴുവനും വെള്ളത്തിൽ മുങ്ങിയിരുന്നുവെങ്കിലും മഴയ്ക്ക് ശമനമായപ്പോൾ വെള്ളം വറ്റിച്ച് ആശ്വാസത്തിലിരിക്കുന്നതിനിടെയാണ് ബണ്ട് പൊട്ടിയത്. വെള്ളിയാഴ്ച രാവിലെയും പാടശേഖരങ്ങളിൽ ഞാറുനടിയിൽ പ്രവൃത്തികൾ നടത്തിയിരുന്നു.
ഒരേക്കർ പാടശേഖരങ്ങളിൽ ഞാറുനടിയിൽ പ്രവർത്തനങ്ങൾക്കായി ഏകദേശം 15,000-ഓളം രൂപയാണ് ചെലവായിട്ടുള്ളത്. ഇത്തരത്തിൽ 115ഓളം ഏക്കർ പാടശേഖരങ്ങളിലാണ് നടീൽ പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിട്ടുള്ളത്. KLDC അധികൃതരെയും കൃഷി വകുപ്പിനെയും അറിയിച്ചെങ്കിലും അവരും ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ചിലവാക്കിയ പണം തിരിച്ചു കിട്ടില്ലെന്ന് മാത്രമല്ല, ഒടുവിൽ നഷ്ടം പേറേണ്ട സ്ഥിതിയിലാണ് കർഷകർ. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃഷിക്ക് സഹായം നൽകുന്നുവെന്ന് പറയുമ്പോഴും അതൊന്നും കൃത്യമായി കൈകളിൽ എത്തുന്നില്ല എന്നതും വാസ്തവമാണ്. മണ്ണിൽ പൊന്നി വിളയിക്കുന്ന കർഷകർ ചുരുക്കത്തിൽ ഇപ്പോൾ അതിനും കഴിയാത്ത സ്ഥിതിയാണ്. സർക്കാർ സഹായം വേണ്ട രീതിയിൽ കൃത്യസമയത്ത് ലഭ്യമാക്കാനുള്ള നടപടി അനിവാര്യമാണെന്നാണ് കർഷകരുടെ പക്ഷം. ദിനംപ്രതി സംഭവിക്കുന്ന അപകടങ്ങൾ കരളലിയിക്കുന്ന കാഴ്ചയായി മാറാറുണ്ട്. പത്രദൃശ്യമാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തകളാകുമ്പോഴും കണ്ണു നിറയാതെ ഇതൊന്നും കാണാനും സാധിക്കില്ല. അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും അപകടം വരുത്തിവെക്കുന്നത് പോലെ റോഡിന്റെ ശോചനീയാവസ്ഥയും അപകടക്കെണിയാകാറുണ്ട്. വാർത്തകൾ വായിത്തോരാതെ വന്നാലും കണ്ണടച്ച ഇരുട്ടാക്കുന്നവർക്കായി ഈ വാർത്ത ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മറ്റം വാഗ റോഡ് വാഹനയാത്രികർക്ക് അപകട ഭീഷണിയാവുകയാണ്. റോഡിൽ നിറഞ്ഞ ചെളിയിൽ തെന്നി വാഹനങ്ങളുടെ നിയന്ത്രണം വിടുന്നത് പതിവാണ്. തീരദേശ ഹൈവേയുടെ നിർമ്മാണത്തിനാവശ്യമായ മണ്ണ് വാഗ ചേലൂർ മേഖലയിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. ടോറസ് ലോറികളിൽ കൊണ്ടുപോകുന്ന മണ്ണ് താഴെ വീഴുന്നതും വാഹനങ്ങളുടെ ചക്രങ്ങളിൽ പറ്റിപ്പിടിച്ച മണ്ണ് റോഡിലേക്ക് എത്തുന്നതും മഴവെള്ളവും ചേർന്നാണ് ചെളിക്കുളമാകുന്നത്. BMBC നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിൽ ചെളി നിറഞ്ഞതോടെ വാഹനങ്ങൾ തെന്നി നിയന്ത്രണം വിടുന്നത് പതിവായിട്ടുണ്ട്. ഇരുചക്രവാഹനങ്ങൾ തെന്നി വീഴുന്നത് ദിനംപ്രതി സംഭവിക്കുന്നുണ്ട്. നിർമ്മാണം അടുത്തിടെ പൂർത്തിയായ റോഡ് നല്ല മിനുസമായാണ് കിടക്കുന്നത്. ഇതിൽ ചെളി കൂടി നിറഞ്ഞതോടെ വാഹനങ്ങൾ നിയന്ത്രണം വിടുന്നത് പതിവാണ്. ചെറിയ ഇറക്കമുള്ള വളവിലാണ് ചെളി നിറഞ്ഞിട്ടുള്ളത്. ഇത് ദിവസം പ്രതിയുള്ള അപകടങ്ങൾക്ക് കാരണമായി മാറുന്ന സാഹചര്യമാണ്. മണ്ണിലോടുമായി പോകുന്ന ടോറസ് ലോറികൾ ടാർപ്പായ കൊണ്ട് മൂടിപ്പോയാൽ മണ്ണ് വീഴുന്നതിന് പരിഹാരമാകും. ഇല്ലെങ്കിൽ വലിയ അപകടങ്ങൾ മേഖലയിൽ നടക്കാനുള്ള സാധ്യത ഏറെയാണ്. റോഡ് BMBC നിലവാരത്തിലായതുകൊണ്ട് റോഡ് അപകടത്തിന് കുറവൊന്നും വരാറില്ല. അമിതമായി മണ്ണ് കയറ്റി ഈ റോഡിൽ കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ചെളി യാത്രികർക്ക് വലിയ അപകട ഭീഷണി തന്നെയാണ്. നല്ല റോഡായതുകൊണ്ട് അത്യാവശ്യം വേഗതയിലാകും വാഹനങ്ങളുടെ വരവ്. അപകടം വരുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് യാത്രികർ. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.